ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വിധം പറഞ്ഞുതരാം. ഇത് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ. അപ്പം അതിന് ഞാനിവിടെ 7-8 ഉണക്കമുളക് ഇത് നല്ല ചുട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ചുട്ടെടുക്കാൻ അടുപ്പിൽ കനലിൽ ചുടുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇത് കളർ കണ്ടില്ലേ എങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് വേണം, അത്യാവശ്യം പുളിയും പിഴിഞ്ഞ് വയ്ക്കണം. കാരണം ഇത്രയും എരിവിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പുളി നമ്മളിതിൽ ഒഴിക്കണം. നല്ലോണം വെള്ളമായിട്ട് ഒഴിക്കരുത്, കുറച്ചിങ്ങനെ ജ്യൂസ് എന്താ പറയുക നമ്മുടെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആക്കുകയും നല്ലത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ വേണമെങ്കിൽ 1-2 വേപ്പില അത് ഈ മുളകിൻ്റെ കൂടെ ചൂടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്കും ഇടാം. ഇനി ഞാനിത് അടിച്ച് കാണിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണയും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ വൗ നല്ല രസമാട്ടോ. അപ്പോൾ എൻ്റെ അടുത്തത് പുളി ഇങ്ങനെ തന്നെയാണ് കേട്ടുള്ളത്. നമ്മുടെ നാട്ടിലിതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമുക്കിത് കിട്ടിയത്. കണ്ടോ, ടാമറിൻ്റെ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടിയത്. നാട്ടിലും ഉണ്ടായിരിക്കും കേട്ടോ മിക്കതും. അപ്പോൾ ഇതിന്ന് ഞാൻ 1 ടീസ്പൂൺ പുളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരുമിച്ചാണ് അടിക്കാൻ പോണത്. ചിലർ വിചാരിക്കും ഈ മുളക് ഉള്ളിയൊക്കെ നന്നായിട്ട് അരയും. നന്നായിട്ട് അരയും കേട്ടോ, എല്ലാതും കൂടി മിക്സ് ചെയ്ത് അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പുളി ചേർക്കും. പക്ഷേ ഇത് വലിയൊരു ടീസ്പൂണിന് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ടീസ്പൂണിൻ്റെ മീൻസ് നമ്മുടെ ടേബിൾ സ്പൂണിന് 1 സ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതേട്ടോ ഇങ്ങനെ അരഞ്ഞ് കിട്ടും. ഞാൻ ഇത് കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇങ്ങനെ അരച്ച പാടനെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ ഇതേട്ടോ അടിപൊളി ചമ്മന്തിയാണ്. ഞാൻ ഇതൊക്കെ ഉണ്ടോ ഈ കളർ കാണിക്കാൻ വേണ്ടിയാണ്ട് പുറത്തേക്ക് നല്ല വെളിച്ചത്തേക്ക് കൊടുന്നതാണ് കേട്ടോ. ലൈറ്റിൻ്റെ ആകുമ്പോൾ കാണുന്നില്ല. ഇതല്ല കിഡിലൻ ചമ്മന്തിയാണ് കേട്ടോ, വെറുതെ പറയണതല്ല. ഇത് നിങ്ങൾ അരച്ച് നോക്കുക. ഇതേപോലെ നന്നായിട്ട് അരയണം കേട്ടോ. എന്നിട്ട് നല്ല ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. പിന്നെ ചോറിനാണെങ്കിൽ ഇതും പിന്നെ എന്ത് മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ചോറിനാട്ടോ.